അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ആരോഗ്യ അത് വലിയൊരു ഭാഗ്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചൊന്നുകൊണ്ടിരുന്നത് സല്ലല്ലാഹുൽ ആഫിയ, അള്ളാഹുടെ ആഫിയത്ത് കേൾക്കുള്ളൂ. ഈ ആഫിയത്ത് ആരോഗ്യ ചെല്ലത് മുഖ്യമായിട്ട് നിങ്ങളുടെ ശരീരത്തെ യാറായിട്ട് ഡിപ്പെൻഡ് ആവുന്നത് ബയറിന് മേൽ. നിങ്ങളെ ബയർ കറക്റ്റുണ്ടാ, നിങ്ങളെ ആരോഗ്യ കറക്റ്റുണ്ട് അർത്ഥം. കാരണം ഈ ബയറ് ചെല്ലത് ആ ബയർക്ക് നിങ്ങൾ കഴിക്കുന്നതായ ആഹാരം, ആ ആഹാര കറക്റ്റായെങ്കിൽ നിങ്ങളെ ബയർ സമമുണ്ട്. ബയർ സമമുണ്ട നിങ്ങളെ ബാക്കിയിലെല്ലാം നിങ്ങളെ പാർട്സിന് സമമുണ്ട്. നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ഒരു സീക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ളതായ പല സീക്കുടെ മൂല ബയറായിരിക്കും നിങ്ങൾ കഴിക്കുന്നതായ ആരോഗ്യം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ಹಿರಿಯಂಗ ചൊന്ന് ഊട്ട ബല്ലവനിಗೆ രോഗമില്ല. അത് കറക്റ്റായിരിക്കും. ഞങ്ങൾക്ക് എവിടത്തോളം ഭക്ഷണ കഴിക്കಡೆ ആ ക്രമ ഞങ്ങൾ അളവടിച്ചില്ല, അവിടത്തോളം ഞങ്ങളുടെ ആരോഗ്യത്തെ ಬಗ್ಗೆ ഞങ്ങൾക്ക് പിന്നെ ഒരു നിലക്കും ഒരു ഗ്യാരണ്ടി ചൊല്ലാവില്ല. ഞങ്ങളെ പൂർവികരായ മഹാന്മാർ ഞങ്ങളെ ഗ്രന്ഥത്തിൽ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് നല്ല ടിപ്സുകൾ ഞങ്ങൾക്ക് തന്നിരാത്. അത് ഞങ്ങൾ പാലിച്ചിട്ടായി ഖണ്ഡിതമായിട്ടും ഞങ്ങളുടെ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാണ്. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശ്വോത്തര കിതാബായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചില ആ വിഷയത്തിലുള്ള ടിപ്സുകൾ നമുക്ക് പഠിപ്പാടില്ല. ഇതാ അക്കൽത്ത വകുൽ മാ അഹ്ബബ്ത മിന തുആമി വലാ തശ്റബന്ന അലൈഹി ഫഇൻ ശരിബ്ത ഫലാ തഅകുലന്ന അലൈഹി ഷൈഅൻ. നല്ലൊരു ആരോഗ്യ ടിപ്സ് ആയിരിക്കും. ഞങ്ങൾ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പമേ ഞങ്ങൾക്ക് ഞങ്ങൾ എതിരിൽ പ്ലേറ്റോട് കൂടെ ഗ്ലാസ് തന്നി റെഡിയാക്കണം. ഇത് തീരാണ്ടായിരിക്കും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരിപാടി തന്നെ ചെന്നെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നീ തന്നി കുടിക്കണ്ട എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കടെ മുന്നോളും നീ തന്നി കുടിക്കുമോ തീരാ. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നി കുടിക്കണ്ട, ഇതെല്ലാം ലേട്ടാക്കണം. കാരണം ഞങ്ങൾ കഴിക്കുന്നതായ ആഹാരം അത് ഭയത്തിനൊക്കെ പോയിട്ട് ഞങ്ങളെ ജഠരത്തേക്ക് പോയിട്ട് എന്നിട്ട് അത് ജീർണാംഗത്ത് പോയിട്ട് എത്ര ഈ ജീർണാംഗത്തിലിരിക്കുന്നത് ഞങ്ങളെ പിന്നെ ജീർണാവിടെ ചയക്രിയ ചെല്ലും. ഇങ്ങനെ ഈ ജീർണാവിടെ സന്ദർഭത്തിൽ ആ ജീർണാംഗ ചെല്ലുന്നത് നല്ല ഹീറ്റ്, നല്ല തൻ്റെ ഒരു പ്രത്യേകമായ ഒരു ശാഖ കൊണ്ടായിരിക്കണം ആ ഭക്ഷണത്തെ എന്താക്കണേ അത് ജീർണിപ്പിക്കണം. അതൊരു ഗ്രൈൻഡർ ആയിരിക്കണം. ഗ്രൈൻഡർ തിരിഞ്ഞിട്ടായിരിക്കും അത് നടക്കണമെങ്കിൽ ഞങ്ങളെ ജീർണാംഗത്ത് പ്രത്യേകമായ അള്ളാഹു കൊടുത്ത ഒരു ശാഖ ഹീറ്റ്, ആ ഹീറ്റ് കൊണ്ടായിരിക്കും ഈ ജീർണം. ഈ ഭക്ഷണം കഴിച്ച ഞങ്ങൾ ഉടൻ തന്നെ തന്നി കുടിച്ചിട്ടുണ്ടായെങ്കിൽ ഈ ശാഖ അതിന് മട്ട കൊറടിയായിട്ട് ഞങ്ങളെ ചയാപചയക്രിയ അഥവാ ജീർണക്രിയ കുട്ടിത്താവുള്ളൂ, സ്ലോ ആവുള്ളൂ. പല ആഹാരം ജീർണാവിൻ്റെ ബാക്കി അത് പിന്നെ എല്ലാ ഗ്യാസ്ട്രിക് അതുപോലെ അജീർണത്തിൽ ഈ മുഖാന്തരം കൊണ്ടതായ കേസുമായിട്ട്. അതുകൊണ്ടും ഭക്ഷണം കഴിച്ച ഉടനെ തെല്ല് നേരം ഒരു അരഗണ്ട നല്ല ഒരു അരഗണ്ടെങ്കിൽ അങ്ങനെ എന്താക്കാം തെല്ല് ആഹാരം പിന്നെ തന്നി കുടിക്കാണ്ട് തെക്കുന്നത് ഹൈർ. അതുപോലെ തന്നെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന മുന്നോളും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന മുന്നോളം തന്നി കുടിക്കുന്നത് വാരി നല്ലേ. പക്ഷേ തെല്ല് മുന്നോളാവണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരഗണ്ട മുന്നോളം തന്നി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ് ക്ലീനാവും. തന്നി കുടിച്ചിട്ട് അപ്പേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രോബ്ലം പാടെ വന്നു. ഇതിനായിട്ട് യാർ അക്ഷം ചെയ്തിട്ട് ചില ആൾമാർ വാടിക്കാക്കിരെ ചോറിനൂടെ തന്നി കുടിക്കും. ഒരു പിടി ചോറുണ്ട്, ഒരു മുക്ക് തന്നി. ഇത് നിങ്ങളെ വേറെ എല്ലാ നിലക്കും വിടക്കാക്കി കളയും. അതുകൊണ്ടും ഞങ്ങൾ ആയത്തര ഭക്ഷണം കഴിച്ചാൽ പിന്നെ തന്നി കുടിക്കാതിക്കലല്ലേ അരഗണ്ട. അത് ഇന്നും അത്രയും ഞങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ആകണ്ടെങ്കിലും നിങ്ങൾ ലേട്ടാക്കണം, ഹൈറായിരിക്കും. അത് നിങ്ങളെ ജീർണക്രിയ ചെമ്മ എന്നോളൂ, അത് സഹകാരിയാവുള്ളൂ. ഇതേ സന്ദർഭം തന്നി കുടിച്ചെങ്കിൽ നിങ്ങളെ ജീർണക്രിയ എല്ലാം ഇതായിട്ട് സ്ലോ ആയിട്ട് പല നിലക്കുള്ളതായ രോഗത്തിന് കാരണമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം ആഫിയത്ത് ഗ്രഹിക്കട്ടെ. ഈ ഒരു വിഷയത്തെ എല്ലാ നിങ്ങളെ ഹിതൈഷികളിൽ എത്തുവാനും